ഇതൊരു വെറും യാത്രയല്ല. നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു യാത്രാ വിവരണവുമല്ല. ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ തേടിയാണ് ഈ പ്രയാണം. ഇന്ത്യയെ അറിയും തോറും ഇനിയുമേറെ അറിയുവാനുണ്ടെന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും പിന്നെ സമരാവേശങ്ങളുടെയും ചരിത്രസന്ധികളിലൂടെ വർത്തമാന ഇന്ത്യയുടെ ചായം തേക്കാത്ത സത്യങ്ങൾ അന്വേഷിച്ചാണ് ഈ യാത്ര. ഇവിടെ ഗതകാല പ്രൗഢിയുടെ മുഗൾ ദർബാറും അക്ബർ ചക്രവർത്തിയും ഷാജഹാനും മുംതാസ് മഹലുമെല്ലാം പുനർജനിക്കുകയായി. ഒപ്പം ഇന്നും വെടിയൊച്ചകൾ നിലയ്ക്കാത്ത ജാലിയൻ വാലാബാഗും അണയാത്ത സമരാഗ്നിയാൽ ഭഗത് സിംഗിൻ്റെയും മംഗൾ പാണ്ഡെയുടെയുമെല്ലാം ഇൻകിലാബിൻ്റെ ധ്വനികളും കേൾക്കാം. ബ്രിട്ടീഷ് പടയോട് ഏറ്റുമുട്ടിയ ഝാൻസി റാണിയുടെ കുതിരക്കുളമ്പടിയൊച്ചകൾക്കും നമുക്ക് കാതോർക്കാം. കോഴിക്കോട് നിന്നുമാണ് ഇന്ത്യൻ രാജധാനിയായ ഡൽഹിയിലേക്ക് നാം യാത്ര തിരിക്കുന്നത്. ട്രെയിൻ മാർഗം 48 മണിക്കൂറെടുത്ത് നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേരും. ഏകദേശം 3600 കിലോമീറ്ററാണ് ദൂരം. ഇവിടെ നിന്നും ദിവസവും മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളാണ് സന്ദർശനത്തിന് ഏറെ അനുയോജ്യമായത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്നിവയാണ് ഡൽഹിയിലെ പ്രധാന സംസാര ഭാഷകൾ. കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് കൊങ്കൺ റെയിൽ വഴി ഡൽഹിയിലേക്കുള്ള യാത്ര. കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഗോവ, കല്യാൺ, ആഗ്ര, ഗ്വാളിയോർ തുടങ്ങിയവയാണ് പ്രധാന സ്റ്റേഷനുകൾ. മലനിരകളും വെള്ളച്ചാട്ടങ്ങളും തുരങ്കങ്ങളും ദൃശ്യവിസ്മയങ്ങൾ തീർക്കുന്ന കൊങ്കൺ റെയിൽവേയിലൂടെയുള്ള യാത്ര മനോഹരമാണ്. പലയിടങ്ങളിലും കേരളത്തെപ്പോലും പിന്നിലാക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് വരവേൽക്കാനുള്ളത്. പ്രധാനമായും കൃഷിയാണ് ഇവിടുത്തെ ജീവനോപാധി. പാടങ്ങളും കന്നുകാലികളും ട്രാക്ടറുകളുമായി ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കേരളത്തിൻ്റെ വൈറ്റ് കോളർ യുവത്വങ്ങൾക്ക് മണ്ണിൻ്റെ ഗന്ധമുള്ള ഇവിടുത്തെ മനുഷ്യർ ഏറെ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഇവിടെ എല്ലാവരും അധ്വാനശീലരാണ്. കുറേയേറെ സമ്പാദിക്കുകയും കുറച്ചുമാത്രം ചെലവഴിക്കുകയും ചെയ്യുന്നവർ. വയലുകളിൽ പണിയെടുക്കുന്നവർ, കാലികളെ മേയ്ക്കുന്നവർ, ട്രാക്ടർ ഓടിക്കുന്നവർ, വിവിധ വളങ്ങൾ നിർമ്മിക്കുന്നവർ, റിക്ഷാവാലകൾ, അങ്ങനെ പോകുന്നു ഇവിടുത്തെ ജോലികൾ. കപ്പലണ്ടിയും സോപ്പും ചീപ്പും കളിപ്പാട്ടങ്ങളും ട്രെയിനുകൾ തോറും വിറ്റ് ജീവിക്കുന്നവരും നിരവധിയാണ്. ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും കുട്ടികൾക്ക് ഇന്നും അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം നമ്മുടെ കേരളം ഈ സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ തന്നെ. വൃത്തിഹീനമായ ചേരികളിലും തെരുവുകളിലും ഇവിടെ എത്രയെത്ര ജനങ്ങൾ ജീവിച്ചു തീർക്കുന്നു. നമ്മുടെ ഇന്ത്യ തിളങ്ങാൻ ഏറെയൊന്നും കാത്തിരുന്നാൽ മതിയാവില്ല. കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നുമാണ് അരിയും ഗോതമ്പും പച്ചക്കറികളുമെല്ലാം കയറ്റി അയക്കപ്പെടുന്നത്. ഈ ഉത്തരേന്ത്യൻ വിയർപ്പുള്ളതുകൊണ്ടാണ് നാം എല്ലാം അന്നം മുട്ടാതെ പുലരുന്നതെന്ന്. ട്രെയിൻ താജിന്റെ നഗരമായ ആഗ്രയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഷാജഹാനും മുംതാസ് മഹലും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ താജ്മഹലും മനസ്സിൽ മിന്നിമറഞ്ഞു. യാത്ര തുടരുകയാണ്. ഇന്ത്യൻ ഗ്രാമങ്ങളെയും ജീവിത ചുറ്റുപാടുകളെയും നാം ഇന്ത്യക്കാർ തന്നെ ശോചനീയമായി കാണുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് വിദേശീയരുടെ അഭിപ്രായം എന്തായിരിക്കും? ഇവരെ പരിചയപ്പെടുക. സ്പെയിനിൽ നിന്നെത്തിയ ജോസീമ സിസ്കോ ദമ്പതികളാണിവർ. ഒറ്റവാക്കിൽ ഇന്ത്യയെക്കുറിച്ച് ഇവർ പറയുന്നത് വണ്ടർഫുൾ എന്നാണ്. ഇന്ത്യ ഈസ് എ ഹ്യൂജ് കൺട്രി എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഏറെ വൃത്തിയും വെടിപ്പുമുള്ള തെരുവുകളും ജീവിത ചുറ്റുപാടുകളും അനുഭവിച്ച ഇവർക്കെല്ലാം ഇന്ത്യയുടെ ഇത്തരം ചുറ്റുപാടുകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവെന്നാലോചിച്ച് ഞങ്ങൾ അത്ഭുതം കൂടി. ഇവരെല്ലാം ഒരേപോലെ പ്രശംസിക്കുന്ന ഒന്നുണ്ട്. അത് ഇന്ത്യക്കാരുടെ നിഷ്കളങ്കതയും സഹകരണ മനോഭാവവും തന്നെ. മറ്റു പലയിടങ്ങളിലും ഇതവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലത്രേ. ഈ പ്രായത്തിനിടയിൽ തന്നെ 40ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ച ഈ ദമ്പതികൾ ഇത് 3ാം തവണയാണ് ഇന്ത്യയിലെത്തുന്നത്. ഇനിയൊരിക്കൽ ഇവിടെ എത്തിയാൽ ആദ്യം കേരളത്തിലേക്ക് വണ്ടി കയറുമെന്ന് ഉറപ്പു തന്നാണ് അവർ യാത്ര പറഞ്ഞത്. ഒടുവിൽ നമ്മൾ ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ തിരക്ക് പിടിച്ച സ്റ്റേഷൻ തന്നെ. ജനങ്ങളെല്ലാം എങ്ങോട്ടാണ് ഈ പലായനം ചെയ്യുന്നതെന്ന് പോലും ചിന്തിച്ചു പോകും.
ഉദ്യോഗസ്ഥരും യാചകരും തുടങ്ങി പലതരം വേഷക്കാരും ഭാഷക്കാരുമായ ആണും പെണ്ണുമായി കുറെ പേർ. എല്ലാവരും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാനുള്ള വെമ്പലിലാണ്. ഈ തിരക്കുകൾ ചാടിക്കടന്ന് ഒരുവിധം പുറത്തിറങ്ങി. ഓട്ടോ ടാക്സിക്കാരുടെ കരാളവലയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ഇവിടെ ഇറങ്ങിയാൽ ആദ്യം പഠിക്കേണ്ട പാഠം. ബാർഗെയിനിങ് ഇല്ലാതെ ഇവിടെ ഒരു രക്ഷയുമില്ല. കേരള ഹൗസിലേക്കാണ് ഡൽഹിയിൽ നമ്മുടെ ആദ്യ യാത്ര. കൂട്ടത്തിൽ ന്യായമായ നിരക്ക് പറഞ്ഞ ഓട്ടോയിൽ കയറി ഞങ്ങൾ അങ്ങോട്ടു നീങ്ങി. ന്യൂഡൽഹി ജന്തർ മന്തർ റോഡിലെ കേരള ഹൗസിന് മുന്നിൽ ഞങ്ങൾ ചെന്നിറങ്ങി. അവിടെ ഞങ്ങളെ സ്വീകരിക്കാനായി മാധ്യമം സീനിയർ റിപ്പോർട്ടർ MCA നാസർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ കേന്ദ്രത്തിലെ വീടാണ് കേരള ഹൗസ് എന്ന് വിശേഷിപ്പിക്കാം. വിവിധ ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്തെത്തുന്നവർക്ക് ആശ്രയമാവുകയാണ് കേരള ഹൗസ്. പ്രശസ്ത എഴുത്തുകാരനായ ഖുഷ്വന്ത് സിംഗ് സംഭാവന ചെയ്തതാണത്രേ കേരള ഹൗസ് നിൽക്കുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്തു വെച്ച് ചില സുപ്രധാന സൃഷ്ടികൾ അദ്ദേഹം നടത്തിയിരുന്നുവത്രേ. കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് താമസ സൗകര്യവും സ്റ്റാഫ് ക്യാന്റീനിലെ രുചിയൂറുന്ന നാടൻ ഭക്ഷണവും വലിയ അനുഗ്രഹമാവുകയാണ്.